ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റിലുള്ള കോട്ടയംകാരുടെ കല്യാണ തലേദിവസം വെക്കുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഈ മീൻകറിയുടെ രുചിയെന്ന് പറഞ്ഞാൽ അപാര രുചി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഈ മീൻകറി കേടാവത്തുമില്ല. തിളപ്പിച്ച് മാത്രം വെച്ചാൽ മതി. ഒരാഴ്ച വരെ നമുക്ക് വെളിയിൽ വെച്ചിരുന്ന് തന്നെ ഉപയോഗിക്കാം ചൂടാക്കി കേട്ടോ. അത്രയ്ക്ക് നല്ല കിടിലൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഈ മീൻകറിക്ക് വേണ്ട നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാ നാടൻ കറികൾക്കും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഇങ്ങനെ ചൂടായി കരിഞ്ഞു പോകാതിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടി ഇതുപോലെ ഒന്ന് എണ്ണ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ചട്ടി ഇങ്ങനെ ഒത്തിരി ഇതാകത്തില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉലുവയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഞാൻ ഒരു പീസ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ കറി ലീഫ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട. എന്നാലൊന്ന് പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓളെന്ന ഓപ്ഷൻ വരും. അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാനൊരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയതിന് ശേഷം അപ്പോൾ ഈ സമയം തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് തോട്ടുപുളി ഞാൻ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടി ആ പുളിയും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയായി ഈ കറിക്ക് കേട്ടോ വെച്ചിരുന്ന് കൂട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് നോക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ അളവറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കഴുകി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചൂര എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂര മീനൊക്കെ ഞാനിവിടെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സ്കിന്ന് മാറ്റിക്കളയുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയുണ്ട് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ചിലർ തോലൊന്നും നീക്കം ചെയ്യാതെ വെക്കും, പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിതാ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചതിന് ശേഷം നല്ല തിളച്ചതിന് ശേഷം നമുക്കൊരു ചെറു തീയിലിട്ട് ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഒത്തിരി തീ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് വെള്ളമെല്ലാം വറ്റിപ്പോകും. എന്നാൽ മീൻ കഷ്ണത്തിലൊന്നും ഉപ്പ് പിടിച്ചൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മളിനി തീ ഒന്ന് കുറച്ച് വെച്ച് സമയമെടുത്ത് തന്നെ ഈ കറി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ വേണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ചാറെല്ലാം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് ചുറ്റിച്ച് വാങ്ങി വയ്ക്കാം. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഇതിന് വല്ലതും മറ്റൊന്നില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് രുചിയുള്ള ഒരു നല്ല അടിപൊളി കിടിലൻ മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക.
അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ അതാ ഞാൻ ചട്ടിയെല്ലാം ഒന്ന് ചുറ്റിച്ചെടുപ്പോൾ കറിയെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി അടച്ചു വെക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറി ഒന്ന് തുറന്ന് നോക്കിയുണ്ടോ. എന്താ രസം നോക്കിയേ, കാണാൻ തന്നെ. കഴിക്കാനാണെങ്കിൽ ഒരു രക്ഷയില്ല പറയാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴായിരിക്കും വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും വീഡിയോ ഇടാനും ഒക്കെ ഉള്ള ഒരു ഉത്സാഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.